ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റോക്കിസ്റ്റ്. എക്സാംസ് ഒക്കെ എടുക്കാറായതുകൊണ്ട് ഇപ്പം മൊത്തം അസൈൻമെന്റ്സിന്റെയും സെമിനാറിന്റെ ഒക്കെ ഒരു ടൈം ആയിരിക്കുമല്ലോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അസൈൻമെന്റ്സിന് പറ്റിയിട്ടുള്ള ഫ്രണ്ട് പേജ് ഡിസൈൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നല്ല 20 ഡിസൈൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇനി അസൈൻമെന്റ്സും സെമിനാറൊക്കെ ചെയ്യുന്ന സമയത്ത് ഹാപ്പി സ്റ്റോക്കിസ്റ്റിന്റെ സബ്സ്ക്രൈബേഴ്സ് ആരും ഡിസൈൻസ് തപ്പി ടൈം കളയണ്ട കേട്ടോ. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസ് കിട്ടും. ആദ്യം കാണിക്കുന്നത് എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സെമിനാറിനും അസൈൻമെന്റിനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിസൈൻ ആണ്. നമ്മുടെ ബാമ്പു ഇല്ലേ, മുള, അതിന്റെ ഒരു തീമിലാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ. കാര്യമായിട്ട് ചിത്രം ഒന്ന് വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇത് സൈഡ് ഇത്തിരി കർവായിട്ടുള്ള ചെറിയ ചെറിയ റെക്ടാങ്കിൾ അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ വരയ്ക്കുക. ഞാനിവിടെ മെയിൻ ആയിട്ട് ഡോംസിന്റെ ബ്രഷ് പെന്നാണ് കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു യെല്ലോ കളറും ലൈറ്റ് ഗ്രീൻ കളറും യൂസ് ചെയ്തിട്ട് അതൊന്ന് കളർ ചെയ്തെടുക്കുക. ഒരു ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് അതിന് ലീഫും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒന്നുമില്ല. പക്ഷേ വരച്ചു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും കാണാൻ. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ അടിച്ചു വെച്ചോ. പിന്നെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഇംഗ്ലീഷ് എന്ന് എഴുതി കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിന് ഇത് ഉപയോഗിക്കാം കേട്ടോ. താഴെ നമ്മുടെ നെയിമും റോൾ നമ്പറൊക്കെ എഴുതാനായിട്ട് ചെറിയൊരു കോള ഇതുപോലെ വരയ്ക്കുന്നുണ്ട്. അവിടെയും ഇതുപോലെ ചെറിയൊരു കഷ്ണം മുള വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റത്തെ ഡിസൈൻ. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? സെക്കൻഡ് ഡിസൈൻ നമ്മുടെ സെന്റാംഗിൾ ആർട്ട് ഒക്കെ വരയ്ക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ ആദ്യം ഒരു ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ 2 ബോർഡർ കൊടുക്കണം കേട്ടോ. ഒന്നിന്റെ ഉള്ളിൽ ഒന്നായിട്ട് അങ്ങനെ 2 ബോർഡർ കൊടുക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലവേഴ്സിന്റെ പുറത്തിരിക്കുന്ന സ്പേസസ് ഒക്കെ ബ്ലാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. കമ്മിങ് ടു തേർഡ് ഡിസൈൻ. തേർഡ് ഡിസൈൻ മെയിൻലി നമ്മുടെ മാത്സ് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജോമെട്രി ബോക്സിന്റെ അകത്ത് ഉണ്ടാവുന്ന സെറ്റ് സ്ക്വയറും പ്രൊട്രാക്ടറും ഒക്കെയാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് കേട്ടോ. സ്കെയിൽ വെച്ച് ഇത്ര കഷ്ടപ്പെട്ട് വരയ്ക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ സെറ്റ് സ്ക്വയറും പ്രൊട്രാക്ടറും ഒക്കെ വെച്ചിട്ട് അതിന്റെ പുറത്തൂടെ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഈ സ്കെയിലിന് ഞാൻ ഔട്ട്ലൈൻ ഇട്ട പോലെ കേട്ടോ. ജോമെട്രി ബോക്സിൽ ഈ വക സാധനങ്ങളൊന്നും എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ വെച്ചിട്ടെല്ലാം വരച്ചത് കേട്ടോ. എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമുള്ള സബ്ജക്ട് ആയിരുന്നു കേട്ടോ മാത്സ്. പിന്നെ സയൻസ് ഫീൽഡിലേക്ക് തിരിഞ്ഞത് കാരണം മാത്സ് ഒക്കെ തൊട്ടിട്ട് കുറേ കാലമായി. ഈ ഒരു ഡിസൈനിൽ നമ്മുടെ എല്ലാ കോർണേഴ്സും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരച്ചിട്ടാണ് ഫിൽ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ വരച്ച് കാണുമ്പോൾ ടീച്ചറിനെ ഒന്ന് നെട്ടിപ്പോവും. സംഭവം വരയ്ക്കാൻ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സിനെ നെട്ടിക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഐഡിയ ആണ്. ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് നോക്കിയതാണ്. കളർ ചെയ്തിട്ടും രസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കളർ ചെയ്യാണ്ടൊക്കെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ മെയിൻലി സയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കെമിസ്ട്രി ഇല്ലേ, അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. പേജിന്റെ ഒരു സൈഡിൽ ഇതുപോലൊരു സംഭവം വരയ്ക്കുക. ഈ ഒരു സാധനത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അറിയുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യട്ടോ. വെറുതെ പേജിന്റെ കോർണറിൽ നെയിമും റോൾ നമ്പറൊക്കെ എഴുതുന്നതിന് പകരം ഇതുപോലെ ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ ഈ ഒരു കോർണറിൽ ഞാനൊരു ആറ്റം വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. വരച്ചു വന്നപ്പോൾ അത് വേറെ എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്തത് വരയ്ക്കുന്നത് ഇതുവരെ നമ്മൾ വരച്ചതിനേക്കാളും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്തിട്ട് പേപ്പറിന്റെ ഒരു സൈഡിൽ ഇതുപോലെ പല പല സൈസിലുള്ള ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള സൈഡ്സിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറിൽ അസൈൻമെന്റ് എന്നൊക്കെ എഴുതുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുത്തു എന്നുള്ളത് കാണുമ്പോൾ തോന്നും. പക്ഷെ ചില ടീച്ചേഴ്സിനൊന്നും നമ്മൾ ഒരുപാട് ഡിസൈൻസ് ഒന്നും വരയ്ക്കുന്നതും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ടീച്ചേഴ്സിനെയും കൂടെ നോക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ബാക്ക് ടു നമ്മുടെ ഡിസൈൻ. അപ്പൊ ഇതുപോലെ ഒരു വള്ളി വരച്ചിട്ട് അതിൽ കുറെ ലീഫ് വരയ്ക്കുകയാണ് കേട്ടോ. ആ ലീഫിന്റെ ഉള്ളിലൊക്കെ കുറെ ലൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ അത് ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബോർഡറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് യെല്ലോ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഒരു പിങ്ക് ബോ ആണ്. ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്ന് രാത്രി ഞാനിത് ഉറക്കം കഴിഞ്ഞിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ കറക്റ്റ് ടൈമിൽ എഡിറ്റ് ചെയ്ത് കഴിയാത്തതുകൊണ്ട് അത് ഇന്നത്തേക്ക് മാറ്റിയതാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അസൈൻമെന്റ് ഒക്കെ ചെയ്തതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ടീച്ചർ ഒരു ഡേറ്റ് ഒക്കെ പറയുമല്ലോ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനതിങ്ങനെ നീട്ടി വെച്ചിട്ട് അവസാനം ആ ഡേറ്റിന്റെ തലേന്ന് രാത്രി ഇരുന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കാര്യമാണ് എനിക്ക് അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മ വന്നത്. കാണുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോയിന്റെ ബോർഡറിൽ കുറച്ച് ഡാർക്ക് പിങ്ക് കളറും അതിന്റെ അകത്ത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറും വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത് കേട്ടോ. പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ബോർഡറും കൂടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയി. ബോർഡറിന്റെ അകത്ത് ഞാൻ പെന്ന് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസൈൻ. ഇനി നെക്സ്റ്റ് ഡിസൈൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഡിസൈനിൽ ഞാൻ പേപ്പറിന്റെ സൈഡിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന പെൻസിൽ അതുപോലെ വരച്ചു നോക്കുകയാണ് കേട്ടോ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അസൈൻമെന്റ് ഒക്കെ തരുന്ന സമയത്ത് ഈ ഫ്രണ്ട് പേജിലൊക്കെ ഇതുപോലെ കുറെ തോന്നിയ മാതിരി കുറെ ഡിസൈൻസ് ഒക്കെ വരച്ചു വെക്കാറുണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ വായന്ന് ആ കോംപ്ലിമെന്റ്സ് കേൾക്കാൻ വേണ്ടി ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഓരോന്ന് ചെയ്തു വെക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതൊക്കെ ഒരു കാലം.
ഇതൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ശരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ട്ടോ. നിങ്ങളും ഇതുപോലെ ടീച്ചർമാരെ വായിന്ന് നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറെ എഫേർട്ട് ഒക്കെ എടുത്തിട്ട് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ട്ടോ. ഈ ഒരു കോർണറിൽ നമ്മൾ വലിയ പെൻസിലൊക്കെ വരച്ചതല്ലേ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിൽ കുറെ ബുക്സ് ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച പോലെയാണ് വരയ്ക്കുന്നത്. ഈ ബുക്സ് ഇതുപോലെ വരയ്ക്കുന്നത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കുറച്ച് റെക്ടാങ്കിൾ വരച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് വരയും കുറിയൊക്കെ വരച്ച് ഒന്ന് കളർ ചെയ്തെടുത്താൽ സംഭവം സെറ്റാണ്. ബാക്കി വരുന്ന സൈഡ്സിൽ ഇതുപോലെ 2 ലൈൻസ് വരച്ചിട്ട് ബോർഡർ ചെയ്താൽ മതി ട്ടോ. ഈ ഒരു ഡിസൈൻ ആദ്യം കണ്ടപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും ഇപ്പം കുറച്ച് എളുപ്പമായിട്ട് തോന്നണില്ലേ? ഞാനിതൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോൾ വലിയൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പേപ്പറിന് ഞാൻ അടിയിൽ പേപ്പർ വെക്കാത്തതുകൊണ്ട് ഇത് മൊത്തം താഴെ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ ആൽക്കഹോൾ മാർക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്പ്രേ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് തുടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. നെക്സ്റ്റ് ഡിസൈൻ ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. വരയ്ക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിലും നല്ല ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും ട്ടോ. ഇത് നമ്മൾ വിരലിൽ ഇതുപോലെ കളറാക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടുലിപ്പിന്റെ ഷേപ്പ് കിട്ടുമല്ലോ. അതിന്റെ മേലെ കൂടെ നമ്മൾ ഒരു ടുലിപ്പിന്റെ ഇതള് പോലെയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി ഓരോ ടുലിപ്പിന്റെയും താഴോട്ട് ഇതുപോലെ 2 ലൈൻസ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെമ്മ് സെറ്റ്. ഇനി ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ലീഫും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടുലിപ്സ് ഒക്കെ സെറ്റായി. ഈ ഒരു സൈഡിൽ നമ്മൾ ഗംഭീരമായിട്ട് ടുലിപ്സ് ഒക്കെ വരച്ച സ്ഥിതിക്ക് ബാക്കി സൈഡ്സിലൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതുപോലെ വള്ളിയൊക്കെ വരച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിൽ വള്ളീന്റെ കൂടെ കുറച്ച് ലീഫ്സും കൂടെ വരച്ചു കൊടുക്കുക. ബോർഡേഴ്സ് ഒന്നും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് അതിന്റെ മേലെ കൂടെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ല ആക്ച്വലി വരയ്ക്കാൻ ഇത്. നെക്സ്റ്റ് ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഒരു ക്ലൗഡിന്റെ ഒക്കെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പേപ്പറിന്റെ താഴെയും മേലെയും വരയ്ക്കുന്നുണ്ട് കേട്ടോ. മേലെ വരയ്ക്കുന്നത് അപ്സൈഡ് ഡൗൺ ആയിട്ട് തല തിരിഞ്ഞിട്ട് വേണം കേട്ടോ വരയ്ക്കാൻ. ഇനി ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അതിൽ ഗ്രിഡ് പോലെ വരച്ചെടുക്കുന്നുണ്ട്, നമ്മുടെ പാറ്റേൺ പേപ്പർ ഒക്കെ സെറ്റ് ആക്കുന്ന പോലെ. ഇതുപോലെയുള്ള ലൈൻസ് വരയ്ക്കാനും അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെക്കാറില്ലേ, അതിനും ഈ ഡോംസിന്റെ ബ്രഷ് പെൻ അടിപൊളിയാണ്. പക്ഷെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഫില്ലൊക്കെ ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് അത് അത്ര അങ്ങോട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ആൽക്കഹോൾ മാർക്കേഴ്സ് ആണ് ഫില്ല് ചെയ്തൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്, പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യം സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിൽ ഗ്രിഡ് വരച്ചു കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് സബ്ജക്റ്റോ അസൈൻമെന്റിനോ എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാർക്കർ ഇല്ലേ, അതിന്റെ ഒരു തീമിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വരയ്ക്കുന്നത്. ഇനി താഴെ നമ്മുടെ പേരും റോൾ നമ്പറൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 3D ബോക്സ് വരച്ചു കൊടുക്കുക. ഈ 3D ബോക്സ് ആക്ച്വലി വരയ്ക്കാൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഡിസൈൻസിലും ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ പേരും റോൾ നമ്പറൊക്കെ വെറുതെ എഴുതി വെക്കുന്നതിനേക്കാളും അടിപൊളിയായിരിക്കും ഇതുപോലെ ബോക്സസ് ഒക്കെ വരച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഈ ഡിസൈൻസിലൊക്കെ ഏത് ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഡിസൈൻ ആണ് കേട്ടോ. ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ ഭൂമിന്റെ പിക്ചറാണ് വരച്ചു കൊടുക്കുന്നത്. വീഡിയോ ഒരുപാട് നീണ്ടു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ. ബാക്കി കോർണേഴ്സിലൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ ഭൂപടം പോലെ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും ഇല്ലാണ്ട് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ ലൈൻസിന്റെ ഒക്കെ മേലെ കൂടെ ബ്രൗൺ കളർ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഹിസ്റ്ററിന്നോ ജോഗ്രഫിന്നോ നിങ്ങൾ ഏതിനാണ് ഈ അസൈൻമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെർട്ടിക്കലായിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് മലയാളത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ. പേപ്പറിന്റെ സൈഡ് കീറിയ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ മേലെ ബ്രൗൺ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കോർണറിലായിട്ട് ഞാനൊരു മഷീന്റെ ഒക്കെ ഒരു കുപ്പി പോലെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മഷീൻ തൂവലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം. അപ്പൊ അതിന്റെ മേലെ ഇതുപോലെ ഒരു തൂവലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് അത്യാവശ്യം തിരക്കിട്ട് വരച്ചതുകൊണ്ട് ഒന്നും അത്രക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ സമാധാനത്തിൽ വൃത്തിക്കൊന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി സെൻട്രലായിട്ട് ഇതുപോലെ മലയാളം എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അടുത്ത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക, കുറച്ച് കർവ്ഡ് ആയിട്ടുള്ള വളഞ്ഞ ലൈൻസ്. അതിന് മേലെ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് അസൈൻമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും കോംപ്ലിമെന്റ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു സൈഡിൽ ജസ്റ്റ് ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വരച്ചിട്ട് ബാക്കി സൈഡിൽ നമ്മൾ ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ആ ലൈൻസിന്റെ മേലെ നമുക്ക് ഇതുപോലെ കുറച്ച് ലീവ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. വരയ്ക്കുന്ന 20 ഡിസൈൻസും ഏകദേശം ഇതുപോലെയുള്ള സിമ്പിൾ ഡിസൈൻസ് വരയ്ക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു അധികം എപ്പോഴും കാണുന്നത് ഇതുപോലത്തെ സിമ്പിൾ ഡിസൈൻസ് അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് സബ്ജക്ട് വൈസ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് വരച്ചത് കേട്ടോ. വരയ്ക്കാൻ അറിയാത്ത കുട്ടികളും കൂടെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും കൂടെ യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതുപോലെ ഷെയ്ഡ് ചെയ്യാൻ മാത്രം ഈ ഡോംസിന്റെ ബ്രഷ് പെൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു വൃത്തി തോന്നുന്നില്ല ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ. കൂട്ടത്തിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്ലാക്ക് മാർക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഭയങ്കര പ്ലെയിൻ ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇടയിൽ കുറച്ച് വള്ളിയൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തത് വീണ്ടും ഒരു വള്ളിയുള്ള ഡിസൈനാണ്. ഇതുപോലെ ഒരു വള്ളി വരച്ചിട്ട് അതിന് കുറെ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കണം. ഇനി ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് അതിന്റെ 2 ഷെയ്ഡ് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക ഓരോ ബ്രാഞ്ചസിനും. ഒരു ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ലീഫും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്.
ബാക്കി ബോർഡേഴ്സൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ലൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ഹാർട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്ടുകൾ വരച്ചു കൊടുക്കുക. 2 കോർണറിൽ മാത്രമാണ് വരയ്ക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കോർണറിൽ. ഇനി എല്ലാ ഹാർട്ടിനും ഇതുപോലെ ലൈൻസ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി സ്പേസസ് ഒക്കെ നമ്മൾ ഫുള്ള് ലൈൻസ് വരച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഹാർട്സ് ഒക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസിൽ കുറച്ച് വളഞ്ഞ ലൈൻസുകൾ വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. അടുത്ത ഡിസൈൻ ഇതിലും എളുപ്പമാണ്. പേപ്പറിന്റെ 2 കോർണറിലായിട്ട് നമ്മൾ തെറ്റുന്നൊക്കെ ഇടൂലേ, അതുപോലെ ഒരു സംഭവം വരയ്ക്കുക, കുറച്ച് വലുതാക്കിയിട്ട്. ഇനി അതിന്റെ മേലെ കുറച്ച് ലീഫുകൾ വരച്ചു കൊടുക്കുക. ഇനി എല്ലാ ലീഫും ഒന്ന് ഗ്രീൻ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പിങ്ക് വെച്ചിട്ട് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും ചെയ്താൽ ഈ ഒരു ഡിസൈൻ സെറ്റായി. ഇനി അടുത്ത ഡിസൈൻ എന്താന്ന് നോക്കാം. അടുത്ത ഡിസൈൻ വരയ്ക്കാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടാവും. ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, കോയിനോ അല്ലെങ്കിൽ ബോട്ടിലിന്റെ ക്യാപ്പോ, എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് റൗണ്ട് റൗണ്ട് വരയ്ക്കുക. നിങ്ങളിപ്പോൾ അസൈൻമെന്റ് എന്നാണ് എഴുതുന്നുണ്ടെങ്കിൽ അസൈൻമെന്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും റൗണ്ടുകൾ വരയ്ക്കും. ഇനിയിപ്പോൾ അസൈൻമെന്റ് എന്നല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന്റെ പേര് എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും സർക്കിൾസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി റൗണ്ട്സിന്റെ ഒക്കെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് എന്നിട്ട് ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് കളർ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സർക്കിൾസിന്റെ ഉള്ളിലൊക്കെ അസൈൻമെന്റിന്റെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് കളർ ചെയ്തെടുക്കുക ഓരോ കളേഴ്സ് വെച്ചിട്ട്. ലെറ്റേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കുറച്ച് സൈഡുകൾ മാത്രം ഇതുപോലെ ബോൾഡ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ജേണൽ സപ്ലീസിന്റെ ഒരു ഗിവ് അവേ ആണ്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് വീണ്ടും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. 2 കളേഴ്സ് എടുക്കുക, ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും. എന്നിട്ട് രണ്ടും വെച്ചിട്ട് ഇതുപോലെ ബോർഡേഴ്സ് വരച്ചു കൊടുക്കുക. ഇനി ബോർഡേഴ്സിന്റെ മേലെ കുറച്ച് കർവുകൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരച്ചു കൊടുക്കണം. ഇനി സെയിം കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഈ കർവിന്റെ ഒക്കെ മേലെ ഇതുപോലെ കുറച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. പ്രത്യേകിച്ച് ഡ്രോയിങ്സ് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത്. ഈ അസൈൻമെന്റ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിസൈനാണ്. പേജിന്റെ 2 കോർണറിലും ഇതുപോലത്തെ 2 കൂട്ടിമുട്ടുന്ന ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ ഡോട്ടുകളാണ് വരച്ചു കൊടുക്കുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് ഡോട്ടുകൾ. എന്നിട്ട് ആ ഡോട്ട്സിന്റെ ഒക്കെ ഇടക്കായിട്ട് ഇതുപോലെ ലീഫുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട്. ബാക്കി സൈഡുകളിലൊക്കെ ലൈൻസ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 20 ഡിസൈൻസും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ.